ചേർത്തലയിൽ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ചില തെളിവുകൾ കോട്ടയം ക്രൈംബ്രാഞ്ച് കണ്ടെടുത്ത് കഴിഞ്ഞു. സെബാസ്റ്റ്യൻ ഒരു വസ്ത്രവ്യാപാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. രഹസ്യമായി സ്ഥലക്കച്ചവടവും 40, 45, 55 വയസ്സുകളുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടും. അവരുടെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരുമായിട്ടാണ് കൂടുതലും ബന്ധപ്പെടുന്നത്. അവരെ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് വളച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊല്ലുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇയാളൊരു സീരിയൽ കില്ലറാണ്. ധർമ്മസ്ഥലയെ പോലെ ഒരു മിനി ധർമ്മസ്ഥല ഇവിടെ ചേർത്തലയിൽ ഇയാളുടെ വീട്ടുവളപ്പിൽ ഉണ്ട് എന്നാണ് ഇപ്പം കരുതപ്പെടുന്നത്. ധർമ്മസ്ഥലയെ പോലെ അവിടെ പലരുമാണ് പ്രതികളെങ്കിൽ ഇവിടെ ഒരാളാണ് ഇതുവരെ ഈ കൃത്യത്തിന് ഇടപെട്ട് കാണുന്നത്. അതിനകത്ത് 4 പേരെ ഇയാൾ കൊന്നു എന്നിപ്പം കരുതുന്നു. ഇപ്പം അന്വേഷണം നടക്കുന്നത് കോട്ടയം അതിരമ്പുഴ സ്വദേശിനി ജൈനമ്മ എന്ന സ്ത്രീയെ 2024 ഡിസംബറിൽ കാണാതെ പോയി. അവർ പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകും, പള്ളികളിലും മറ്റും നിത്യം പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ത്രീയാണ്. അവരുമായിട്ട് സെബാസ്റ്റ്യൻ സൗഹൃദത്തിലായി. അതിനുശേഷം അവരെ കാണാതെ പോയി. ഈ ജൈനമ്മയുടെ കൈവശം ഒരു മൊബൈൽ ഫോണുണ്ട്. അതിൻ്റെ അവസാനത്തെ ലൊക്കേഷൻ ചേർത്തലയിലുള്ള സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ അവിടെയാണ്. സെബാസ്റ്റ്യനുമായിട്ട് സൗഹൃദം ആണ് എന്ന് ജൈനമ്മയുടെ സഹോദരന് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 2024 ഡിസംബറിന് ശേഷം ജൈനമ്മയെ കണ്ടിട്ടില്ല. കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അവിടുത്തെ SP നിർത്തി ക്രൈംബ്രാഞ്ച് SP നിർത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയി. ജൈനമ്മ സാധാരണഗതിയിൽ സ്വർണ്ണ വളകളിടും, സ്വർണ്ണമാലയിടും, സ്വർണ്ണ കമ്മലിടും, അങ്ങനത്തെ വ്യക്തിയാണ്. ആഭരണം ഇട്ടുകൊണ്ട് പോകും. ആ ആഭരണങ്ങൾ ഇവരെ വീട്ടിൽ നിന്ന് പോകുമ്പം ഇട്ടുകൊണ്ട് പോയിരുന്നു. അവരെപ്പറ്റിയും വിവരമില്ല, ആഭരണത്തെപ്പറ്റിയും വിവരമില്ല. അവരുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ അവിടെയാണ്. ഏതായാലും പോലീസ് സെബാസ്റ്റ്യനെ കസ്റ്റഡി വാങ്ങിച്ചു. പോലീസുമായിട്ട് ഒരു സഹകരണവുമില്ല. എങ്കിലും പോലീസിൻ്റെ വിദഗ്ധമായ ചോദ്യം ചെയ്തില്ലേ അയാൾ തന്നെ പ്രൈം സസ്പെക്റ്റ് എന്ന് കണക്കാക്കി അയാളെ 10 ദിവസം കസ്റ്റഡി വാങ്ങിച്ചു. നാളെ വരെ അയാൾ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് സെബാസ്റ്റ്യൻ്റെ ചേർത്തലയുള്ള പള്ളിപ്പുറത്തെ വീട്ടിൽ പോലീസ് എത്തി. 2.5 ഏക്കർ സ്ഥലവും ഒരു പഴയ വലിയ വീടും ഉള്ളൊരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. ധാരാളം പണം ഉണ്ടാക്കിയിരിക്കുന്നു. അയാളുടെ വീട്ടിലെ വാതിലിൻ്റെ ആദ്യം ചില രക്തക്കറയെന്ന് തോന്നിച്ച ചില കാര്യങ്ങൾ അടർത്തി മാറ്റി പരിശോധിച്ചപ്പം അത് മനുഷ്യരക്തമാണെന്ന് കണ്ടെത്തി. അവിടെ ജൈനമ്മ അവിടെ വന്നു എന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. അതോടുകൂടി ആ വീടിൻ്റെ കോമ്പൗണ്ട് പരിശോധിക്കാൻ തുടങ്ങി. അവിടെ 3 കുളങ്ങളുണ്ട്. ആ കുളങ്ങൾ ചില മാംസങ്ങൾ ഭക്ഷിക്കുന്ന ഫിഷിനെ ഇട്ടിട്ടുണ്ട്. മീനുകളുണ്ട്. മനുഷ്യമാംസം തിന്നുന്ന മീനാണ് എന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ ഒരു JCB കൊണ്ടുവന്ന് ചില സ്ഥലങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വീടിനകത്ത് പഴയ മാർബിൾ ഇട്ടിട്ടുണ്ട്. അയാളുടെ ബെഡ്റൂമിന് അടുത്ത കാലത്ത് വീണ്ടും മാർബിൾ ഇട്ടു. ജൈനമ്മയുടെ മൃതദേഹം വീടിനുള്ളിൽ കാണും എന്ന് കരുതുന്നു. പോലീസ് അവിടെ മുഴുവൻ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മരത്തിൽ ഒരു കൊന്ത കിട്ടിയിട്ടുണ്ട്. ജൈനമ്മ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നതാണ്. ഒരു ലേഡീസ് ബാഗും കുറച്ച് തുണികളും ആ വീട്ടിനകത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിനകത്ത് JCB അയാൾ പറഞ്ഞ ചില സ്ഥലങ്ങളൊക്കെ മാന്തി നോക്കുന്നുണ്ട്. നേരത്തെ ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ 15-16 മനുഷ്യൻ്റെ അസ്ഥികഷ്ണങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു. അതോടുകൂടി ഇയാളുടെ സംശയം ബലപ്പെട്ടു. അയാൾ കുറ്റം സമ്മതിക്കുന്ന സ്വഭാവക്കാരനല്ല. ജൈനമ്മയുടെ വിവരങ്ങളുമായിട്ട് പോലീസ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്.
ആ ഒരു സന്ദർഭത്തിലാണ് അവരുടേതെന്ന് കരുതുന്ന ഒരു കൊന്ത അവിടുത്തെ ഒരു ചെറിയ മരത്തിൽ ഉടക്കി കിടക്കുന്നത് കണ്ടത്. അത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 6 അസ്ഥികഷ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. എത്ര ലാഘവത്തോടെയാണ് ഒരു മനുഷ്യനെ കൊന്ന് പീസ് പീസാക്കി കളയുന്നത്. ഒരു സീരിയൽ കില്ലർ തന്നെ. ഇയാൾ ഇവരെ പണത്തിനും അവരുടെ സ്വത്തിനും അവരുടെ കൈവശമുള്ള തുകയും ആഭരണങ്ങൾക്കും വേണ്ടി മാത്രമല്ല, മനുഷ്യമാംസം ഇയാൾ ഭക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം അവിടെ കൊണ്ടുവരുന്ന ആൾക്കാരെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുന്ന ഇയാൾ തന്നെ മറ്റൊരാളുടെ സഹായം ഉണ്ടാവുമെന്ന് സംശയം. അത് പറമ്പിലെ പല സ്ഥലത്തുമായിട്ട് കുഴിച്ചിടുന്നു. ചില കത്തിയ മൃതകത്തിൻ്റെ അവശിഷ്ടവും നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതുകൂടാതെ ഇയാൾ ആ 3 കുളത്തിൽ വളർത്തുന്ന ആ ഫിഷ്, ആ മീനുകൾ പ്രത്യേക തരത്തിലുള്ളതാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ മാംസങ്ങൾ അത് ഭക്ഷിക്കുമായിരിക്കും എന്ന് സംശയിക്കുന്നു. ആ കുളം വറ്റിച്ച് പരിശോധിക്കുന്നുണ്ട്. കാരണം പീസായിട്ട് മനുഷ്യനെ മുറിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനകത്ത് സ്കെൽറ്റിൻ്റെ അംശം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 15-16 എണ്ണം നേരത്തെ അസ്ഥികഷ്ണങ്ങൾ കിട്ടി. അത് മനുഷ്യൻ്റെ അസ്ഥികഷ്ണമാണെന്ന് തെളിവ് അത് ഫോറൻസിക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ DNA എടുക്കാം. ആരുടെയാണ് അത്? ജൈനമ്മയുടെ ആണോ? എന്തായാലും ജൈനമ്മയുടെ ആണെന്ന് തോന്നുന്ന ഒരു 6 അസ്ഥികഷ്ണം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റേ അസ്ഥികഷ്ണം നേരത്തെ കണ്ടെത്തിയതാണ്. നേരത്തെ പോലീസിന് അവിടെ ചില സംശയങ്ങളൊക്കെ വന്നു. അത് ബിന്ദു പത്മനാഭൻ്റെ ഒരു തിരോധാനം 2002 ഐഷ എന്നൊരു സ്ത്രീയുടെ തിരോധാനം, അങ്ങനെ 2-3 പേരുടെ തിരോധാനമായിട്ട് ഇപ്പോൾ 3ാമത്തെ ആൾ ജൈനമ്മ. അർത്തങ്കപ്പള്ളിയിലെ ഒരു സിന്ധുവിനെ കാണാതെ പോയി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇയാളുമായിട്ട് അടുപ്പമുള്ള ആളാണ്. അത് 4ാമത്തെ ആളാണ്. അത് സംശയിക്കാൻ കാരണം സിന്ധുവിനെ കാണാതെ പോയി അർത്തങ്ക പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. കാര്യമായ അന്വേഷണമൊന്നും നടന്നില്ല. അത് ഇപ്പോൾ സംശയിക്കാൻ കാരണം അവരുടെ വീടിനടുത്ത് റോസമ്മ എന്നൊരു സ്ത്രീ താമസിക്കുന്നുണ്ട്. റോസമ്മയുടെ അടുത്ത് തന്നെയാണ് ആയിഷ താമസിക്കുന്നത്. ആയിഷയെ ഇതുപോലെ കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ റോസമ്മയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് ഇയാൾ റോസമ്മയുടെ അടുത്ത് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. റോസമ്മ അതിന് വഴങ്ങിയില്ല. അയാളുടെ പിടിയിൽ നിന്ന് ചാടിപ്പോയി. അതുകൊണ്ട് ഇപ്പം ജീവനോടെ ഇരിക്കുന്നു. പക്ഷേ ആയിഷയെപ്പറ്റി വിവരമില്ല. ആയിഷ പെൻഷനറാണ്. പെൻഷൻ കിട്ടുന്നുണ്ട് മാസം. അവർക്ക് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. ആ സ്വത്തുക്കളൊക്കെ ഇയാൾ മുഖേന വിറ്റു ആണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയല്ല, ആയിഷയുടെ പെൻഷൻ വാങ്ങാതായിട്ട് ഇപ്പോൾ 2.5-3 വർഷമായെന്ന് ഗവൺമെൻറ് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ പെൻഷൻ ഇപ്പം തടഞ്ഞു. വാങ്ങാൻ ആളില്ല. അതിൻ്റെ അർത്ഥം ആയിഷ ജീവിച്ചിരിപ്പില്ല. ബിന്ദു പത്മനാഭനും ആയിഷയും ആ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ജൈനമ്മയും അവിടെ വന്നിട്ടുണ്ട്. 3 പേരായി. ഇനി അർത്ഥങ്ങൾ കാണാതെ പോയ ആളും അവിടെ ഉണ്ടാകണം എന്ന് കരുതുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ 4 പേരെയാണ് ഇയാൾ കൊന്നു കുഴിച്ചുമൂടി കഷ്ണങ്ങളാക്കി പീസാക്കി മീനും ഇട്ട് കൊടുത്തു. ഇയാളിനി ഭക്ഷിച്ചോ എന്നറിയില്ല. അയാൾ ഒരു കാര്യത്തിലും പോലീസുമായിട്ട് സഹകരിക്കത്തില്ല. ആ ബിന്ദു പത്മനാഭനെ പറ്റി തനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ആയിഷയെപ്പറ്റി തനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അതേസമയത്ത് ജൈനമ്മയുടെ കാര്യത്തിൽ പൂട്ട് വീണു. കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ ലൊക്കേഷൻ അവർ 2024 കേസായതുകൊണ്ട് അവരുടെ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഇയാളുടെ വീടിനകത്താണ്. ആ ലൊക്കേഷനാണ്. അതോടുകൂടി ആ പൂട്ട് മുറുകി. ഇയാൾ സഹകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇയാളുടെ വീടിനകത്ത് പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ 6 അസ്ഥികഷ്ണം എടുക്കുന്നത്. അയാളുടെ ബെഡ്റൂമിനകത്ത് പുതിയതായിട്ട് വിരിച്ചിരിക്കുന്ന മാർബിളിൻ്റെ അടിയിൽ അവിടെ ഒരു മൃതദേഹം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ക്രമേണ ഇയാൾ ഈ മൃതദേഹം വലിച്ച് പീസാക്കി അത് നശിപ്പിക്കുന്ന പ്രവണതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് നല്ല കോൺഫിഡൻസ്. കാരണം പോലീസ് വിചാരിച്ചാൽ ആദ്യത്തെ 3 പേരുടെ മൃതദേഹത്തിൻ്റെ അംശങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. പകരം ഇപ്പോഴത്തെ ലേറ്റസ്റ്റായ ജൈനമ്മയുടെ ആ മൃതദേഹമായിട്ട് ബന്ധപ്പെട്ട ചില പദാർത്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. ജൈനമ്മയുടെ കൊന്തയായിരിക്കണം. ഒരു സ്ഥിരം പള്ളിയിൽ പോകുന്നവരാണ്.
ആ കൊന്തയായിരിക്കണം അവിടുന്ന് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. അത് അവരുടെ ബന്ധുക്കളെ കാണിച്ചാൽ തിരിച്ചറിയും, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആവും. അവരെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ലഭിക്കണം. ഒരു അവർക്ക് ഒരു അസ്ഥി കഷ്ണം കിട്ടിയാലും മതി. അത് ആ വീട്ടുകാരുടെ DNA ആയിട്ട് സാമ്യമുണ്ടെങ്കിൽ അവരെ അവിടെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് അനുമാനിക്കേണ്ട. അവരുടെ ശരീരത്തിൻ്റെ അംശം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അത് മതിയാവും ഒരു 302 IPC പ്രകാരമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അയാൾക്ക് നല്ല കോൺഫിഡൻസ് മറ്റ് 3 പേരെ കൊന്നതിനെപ്പറ്റി അയാൾക്ക് യാതൊരു എവിഡൻസും അവശേഷിച്ചിട്ടില്ല എന്ന് കരുതിയിട്ടുണ്ടാവാം. ഒരു തരത്തിലും അയാൾ ചോദ്യം ചെയ്യലിന് വഴങ്ങുന്നില്ല. അയാൾ പൊട്ടനെ പോലെ ഇരിക്കുകയാണ്. അയാൾക്കറിയാം അയാളെ പിടി വീണു, 68ാമത്തെ വയസ്സിലാണ് പിടി വീണിരിക്കുന്നത്. എങ്കിലും 40-48 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. മുമ്പ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇയാളുടെ ഭാര്യയെപ്പറ്റി ഒരു വിവരങ്ങളും പുറത്തു വരുന്നത് നേരത്തെ മരിച്ചോ എങ്ങനെ മരിച്ചു എന്നും അറിയത്തില്ല, മക്കളുണ്ടോ എന്നും അറിയില്ല. അതേപ്പറ്റിയുള്ള വാർത്തകളൊന്നും വെളിയിൽ വരുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കും. അതിനിപ്പുറം ആ വീട്ടിൽ നിന്ന് 6 അസ്ഥിക്കഷ്ണം, ഒരു എയർ ബാഗ്, ഒരു വാനിറ്റി ബാഗ്, അല്പം തുണി, അത് സ്ത്രീകളുടെ തുണികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ആ വീടിനകത്ത് ചില ഭാഗത്ത് ബ്ലഡ് സ്റ്റെയിൻസ്, മനുഷ്യ ശരീരത്തിൻ്റെ രക്തം പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ആ കൊന്ത വളരെയധികം ഇമ്പോർട്ടൻ്റായ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റാണ്. അത് ആ ജൈനമ്മയായിട്ട് കണക്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല കോട്ടയം ക്രൈംബ്രാഞ്ച് അവരെ ധരിച്ചിരുന്ന ആഭരണങ്ങൾ അത് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാളെ 68 വയസ്സായി. ഇയാളെ ആദ്യത്തെ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി 302 IPC ചേർത്ത് ഇയാളെ കോടതിയിൽ കുറ്റച്ചാർജ് കൊടുത്ത് ട്രയൽ നടത്തണം. 1 വർഷത്തിനകം ട്രയൽ തീർക്കണം. ആദ്യത്തെ കേസിന് കോട്ടയം ക്രൈംബ്രാഞ്ചിന് അത് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. കാരണം കോർപ്പസ് ഡീലിറ്റി അല്ലെങ്കിൽ മൃതദേഹം അവിടുന്ന് മുഴുവൻ അംശങ്ങളും കിട്ടത്തില്ല, അതിൻ്റെ ഭാഗങ്ങൾ കിട്ടിയാൽ മതി. ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും ശരീരത്തിൻ്റെ അംശം കിട്ടിയാൽ മതി, അതൊരു മർഡർ കേസിലേക്ക് പോകും. അതുകൊണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് ഒരു കുറ്റച്ചാർജ് കൊടുത്ത് ഇയാളെ ശിക്ഷിപ്പിക്കണം. കഴിവുള്ളിടത്തോളം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അർഹനാണ് ഇയാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. കാരണം മനുഷ്യനെ കൊന്നു തിന്നുന്ന ആളാണ്. അതുതന്നെയല്ല, അവരുടെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അവരെ വശീകരിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലറാണ് ഇയാൾ. 4 പേരെ ആയിട്ടുണ്ട്. ഇനി എത്ര പേര് ഇയാളുടെ കയ്യിൽ കൂടെ വന്ന് പിടഞ്ഞു മരിച്ചു എന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയാണ് ഇവരെയൊക്കെ കൊല്ലുന്നത് എന്നും മനസ്സിലാകുന്നില്ല. കാരണം അതൊക്കെ ഇനിയും ചോദ്യം ചെയ്യാൻ അയാൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷേ മൃതദേഹ അവശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചുറി നോക്കി തലക്കടിച്ചാണോ കൊല്ലുന്നത്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് എത്താം. സ്കള്ള് കിട്ടുകയോട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. കാരണം അവരുമായിട്ട് അടുപ്പം കാണിച്ച് സ്നേഹിച്ച് അവരെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിലോട്ട് ഇയാൾ പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്തായിരിക്കണം കൊല്ലുന്നത്. ഇയാൾ ഹ്യൂമൻ ബ്ലഷ് ഭക്ഷിക്കുന്ന മനുഷ്യനാണോ എന്നും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ഇയാളുടെ ബ്ലഡിനകത്തുള്ള ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുന്നത്. ഏത് വർഷം അല്ലെങ്കിൽ ഏത് പ്രായം മുതൽ ഇയാൾ ഇത് തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ ശ്രമകരമായ ഈ അന്വേഷണം നന്നായിരിക്കുന്നു. അത് വളരെ ശാസ്ത്രീയമായി പുരോഗമിക്കണം. അതുതന്നെയല്ല, അവിടെ ശാസ്ത്രീയമായ പരിശോധനകൾ ആ 2.5 ഏക്കറിനകത്ത് നടത്താനും തയ്യാറാവുന്നുണ്ട്. അവിടെ ഒരു JCB കൊണ്ടുവന്നിട്ട് പല സ്ഥലങ്ങളും കുഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ അടുത്ത കേസിലേക്ക് അന്വേഷണം നീളണം. ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാൾ എത്ര പേരെ കൊന്നു ആ പറമ്പിനുള്ളിൽ അയാൾ നിക്ഷേപിച്ചു കഷ്ണങ്ങളായിട്ട്. കാരണം ഇതിനു മുമ്പ് അയാളെ സംശയിച്ച് അവിടെ ഇയാളെ കോമ്പൗണ്ടിൽ പോലീസ് വന്നപ്പം അവിടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ബാത്റൂമിലെയും കക്കൂസിലെയും അവശിഷ്ടങ്ങൾ അയാൾ അവിടെ എല്ലാം വെതറി അവർക്ക് മനുഷ്യനവിടെ നിൽക്കാൻ മേലാത്ത പോലെ ആക്കി അവർ മടങ്ങിപ്പോയതായിട്ടും വാർത്ത വരുന്നുണ്ട്. അയാൾ എത്ര ബുദ്ധിപൂർവ്വമാണോ ഓരോ കാര്യങ്ങൾ നീക്കുന്നത്. അയാളിലേക്ക് അന്വേഷണം വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇതുവരെ അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ചില കാര്യങ്ങൾ മാത്രം നടത്തിയിട്ടുണ്ട്. ഇതിന് ആരെങ്കിലും പങ്കാളികളുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചോദ്യം വരുന്നുണ്ട്. എങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഈ ഒരു സീരിയൽ കില്ലറിനെ ഇതിനു മുമ്പ് ഇത്ര 4 പേരെ കൊന്നതിന് 2 പേരെ കൊണ്ട് കൊന്നത് നമ്മൾ ഏലന്തൂർ കണ്ടു. ഇതുപോലെ മനുഷ്യനെ കൊന്നിട്ട് കഷ്ണമാക്കി ആ കോമ്പൗണ്ടിൻ്റെ പല ഭാഗത്തിട്ട് നമ്മൾ കണ്ടെടുത്ത് കഴിഞ്ഞു.
ഇവിടെ ഇപ്പം 4 എണ്ണം ആയിട്ടുണ്ട്. എത്ര പേര് ഇനി വരുമെന്നും അറിയില്ല.